സർവകലാശാലകളിലൊക്കെ എന്ത് മാറ്റമാണ്. മൗദൂദികളും ലീഗന്മാരെല്ലാം വളഞ്ഞിരുന്ന് കൈയടിക്കുകയാണ്. കേരളത്തിൽ മേനോൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിയമിച്ച വിസിമാർ നിരനിരയായിട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. മേനോൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് MG സർവകലാശാലകളിലും മലയാളം സർവകലാശാലകളിലും പുതിയ വിസിമാരെ വെച്ചത്. അതും ഗവർണർ നല്ല 9 on 6 സംഖ്യകളെ പിടിച്ചു നിർത്തി. മന്ത്രിയോ എന്തിനേറെ പറയുന്നു, ലീഗുകാരുടെ സ്വന്തം പൂക്കി മുഖ്യൻ പോലും ഒരക്ഷരം ഗവർണർക്കെതിരെയോ വിസിമാർക്കെതിരെയോ നിയമനങ്ങൾക്കെതിരെയോ ഉരിയാടിയിട്ടില്ല. ഇപ്പോ അവർ തന്നെ നേരിട്ട് RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ മൗദൂദികളും ലീഗന്മാരെല്ലാം സന്തോഷിക്കണം. കേരളത്തിൽ സംഘപരിവാറിന് പരവതാനി വിരിച്ചു കൊടുത്ത മൗദൂദികളും ലീഗന്മാരെല്ലാം വരുംകാല ചരിത്രത്തിൽ കേരളം എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആലോചിക്കാവുന്നതാണ്. അധികം വൈകിയൊന്നും വേണ്ട. കേരളത്തിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം വരും കാലങ്ങളിൽ അവരുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടാൻ അവസരമുണ്ടാക്കി കൊടുത്ത മൗദൂദികൾക്കും ലീഗന്മാർക്കും ഇനി വരാൻ പോകുന്ന കാലം എണ്ണപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതിന്റെ ദൃശ്യങ്ങളാണ്. സർവകലാശാല വിസിമാരെല്ലാം സ്വതന്ത്രരായി RSS പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്നു. മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ താണു വണങ്ങിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മറുപടി പറയുന്നത് നിങ്ങൾ കേട്ടോ? VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്തിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. മൗനാനുവാദത്തോടു കൂടിയും നേരത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ രാജ്ഭവനിൽ ചെന്ന സതീശൻ ഹരിയസ് കർത്ത എന്ന RSS നേതാവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത ദൃശ്യം നിങ്ങൾ കണ്ടിരുന്നു. അവിടെ വെച്ച് തന്നെ ലിസ്റ്റുകളെല്ലാം കൊടുത്ത് അവർ ധാരണയായതാണ്. ഇനി യഥേഷ്ടം നിങ്ങൾ നിയമിച്ചോ, ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങളെല്ലാം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ എന്ന് മാധ്യമങ്ങളെ സംതൃപ്തിപ്പെടുത്തി വിട്ടോളാം. അവർ നമുക്കെതിരെ സംസാരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ വർഗീയതയെ ശക്തമായി ചെറുക്കുമെന്ന ഡയലോഗ് അടിച്ചു വന്ന മേനോൻ മുഖ്യമന്ത്രി ഈ വാചകം എടുത്ത് വീശിയത്. ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാവ്യവൽക്കരണ നീക്കം നടക്കുന്നു, പക്ഷേ അതിൽ സർക്കാർ നിസ്സംഗ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉയർന്ന വിമർശനം. അതിന് പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, MG സർവകലാശാലയിൽ താൽക്കാലിക VC നിയമനം, അതിൽ സർക്കാർ കൃത്യമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പട്ടിക പോലും നൽകിയിരുന്നില്ല എന്നുള്ളത് ഉയരുന്ന ഒരു ആക്ഷേപം. മറ്റൊന്ന്, ഗവർണറുടെ നടപടികളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച B അശോകനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ഞാനിത് പറഞ്ഞല്ലോ, ഈ ഗവർണർ ഇതുപോലെ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വന്നതിന് ശേഷമാണോ? അല്ലല്ല, ഞാൻ അല്ല, എന്ത് ഇത്ര അസ്വസ്ഥത? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ തുടങ്ങിയുള്ളൂ മറുപടി. അങ്ങ് പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു, ഇല്ലേ? മുഴുവൻ കേട്ടോണ്ടിരുന്നു. 4ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും ഞാൻ കേട്ടോണ്ടിരുന്നു മുഴുവൻ. അപ്പം ഞാൻ പറയാൻ അനുവദിക്കണ്ടേ? അപ്പോൾ അത് യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാൻ തുടങ്ങിയത് എന്ന് നിയമിക്കാൻ തുടങ്ങിയതാ? സിൻഡിക്കേറ്റിൽ എത്ര നിയമനങ്ങൾ നടത്തി? കേരളത്തിലെ എല്ലാ സിൻഡിക്കേറ്റുകളിലും എത്ര വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളുണ്ടായി? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇത് ഞങ്ങളിപ്പോൾ പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന, ഞങ്ങൾ വരുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പോയതാണ്. പാനൽ ആരാ കൊടുക്കേണ്ടിയിരുന്നത്? കഴിഞ്ഞ സർക്കാരാണ് കൊടുക്കേണ്ടിയിരുന്നത്, പാനൽ കൊടുക്കേണ്ടിയിരുന്നത്, അല്ലേ? അവർ നിയമിച്ചു. അപ്പം ഞങ്ങളത് പരിശോധിക്കും. ഇത് പുതിയ കാര്യം ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ഗവർണർ കാവ്യവൽക്കരണമായിട്ട് ഇറങ്ങി എന്നുള്ളതല്ലല്ലോ. LDF ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വിഷയം ഉണ്ടായല്ലോ. എല്ലാ വിഷയവും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായ സംഭവമല്ലേ? സർക്കാർ അത് പരിശോധിച്ച് ഞങ്ങളെ കൊണ്ട് നിയമപരമായി എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോഴാണ് ഗവർണർ തുടങ്ങിയത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ വഴിയിൽ വിവരം അറിഞ്ഞിട്ടുണ്ട്. SFIക്കാർ ഇറങ്ങി നിന്ന് ഗുണ്ടാന്നൊക്കെ വിളിച്ചത് കേട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ്? മന്ത്രിക്കൊരു കുഴപ്പമില്ല, കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ല, ഗവർണറുമായി ഏറ്റുമുട്ടലില്ല. ഇത്രയും കാലം സർവകലാശാലകളിലെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാർ ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ ഇതേ മേനോൻ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് ഡീലാണെന്ന്. ഡീലും ഇല്ല, ഒന്നുമില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നടത്തിക്കോളൂ, ഞാൻ എല്ലാത്തിനും അനുവാദം തന്നിരിക്കുന്നു. ഇതിന് അവസരമുണ്ടാക്കി കൊടുത്ത മൗദൂദികൾ കേരളത്തെ സംഘപരിവാറിന് ഒറ്റുകൊടുത്തവരെന്ന് ഈ നാട് അടയാളപ്പെടുത്തും. അതിലൂടെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വെറുക്കപ്പെട്ടവരായി നിങ്ങൾ മാറാൻ പോവുകയാണ്. ഒരുങ്ങിയിരുന്നോളൂ. കാണുന്ന ഒരു കാഴ്ചയ്ക്കും നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രവർത്തിക്കാനും പറ്റില്ല. ഇനി ഒരു പക്ഷേ ഈ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം,
102 സീറ്റ് വിജയിപ്പിച്ചു കൊടുത്തതുകൊണ്ട് ആ 22 സീറ്റുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കി പോകാം. അവരുടെ പണിയെടുത്തോളും. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും. അതൊന്നും കണ്ടിട്ട് മേനോൻ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ, അല്ലെങ്കിൽ ആ നടപടികളെ ഒന്നും വിമർശിക്കാതെ, അധികാരം കിട്ടിയല്ലോ, നമ്മുടെ കുടുംബത്തിലേക്ക് വല്ലത് ഒപ്പിക്കാൻ പറ്റുന്നത് പരമാവധി ഒപ്പിച്ചുകൊണ്ട് 5 വർഷം കഴിഞ്ഞ് പോകാമെന്ന അടിമപ്പണി മാത്രമേ ചെയ്യാൻ അവസരമുള്ളൂ. അതാണ് ഇപ്പോൾ കാണുന്നത്.